നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് ബ്രൂട്ട് ഫോഴ്സ് ചെയ്ത് എക്സസൈസ് ലോഗിൻ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് മെറ്റാസ്പ്ലോയിറ്റബിൾ 2ന്റെ ഐപി അഡ്രസ് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ടാർഗറ്റ് മെഷീൻ എന്ന് പറയുന്നത് മെറ്റാസ്പ്ലോയിറ്റബിൾ 2 ആണ്. മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൾണറബിൾ മെഷീനാണ്. നമുക്ക് ഐപി അഡ്രസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് ifconfig. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റബിൾ 2ന്റെ ഐപി അഡ്രസ് എന്ന് പറയുന്നത് 192.168 1.4 ആണ്. നമുക്ക് ബ്രൂട്ട് ഫോഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് ഫയലിന്റെ ആവശ്യമുണ്ട്. ഒന്ന് യൂസർ നെയിം ഫയലും പിന്നെ രണ്ടാമത്തേത് പാസ്വേഡ് ഫയലുമാണ് നമുക്ക് ആവശ്യം. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോകാം. ആദ്യം നമുക്ക് യൂസർ നെയിം ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നാനോ വെച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നാനോ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആണ്. നാനോ നമുക്ക് ആദ്യം യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. യൂസർ നെയിം .txt നമുക്ക് ഓരോരോ യൂസർ നെയിം ആയിട്ട് കൊടുക്കാം. ബൈ ഡിഫോൾട്ട് MS അഡ്മിൻ ആയിരിക്കും ആണ് പാസ്വേഡ്. ഓക്കെ, കൺട്രോൾ+S കൊടുക്കാം, ബൈ കൊടുക്കാം, എൻ്റർ കൊടുക്കാം. ഓക്കെ, ഇനി പാസ്വേഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. പാസ്വേഡ് കൊടുക്കാം, വേറൊരു പാസ്വേഡ് ഇട്ട് കൊടുക്കാം. കൺട്രോൾ+S കൊടുക്കാം, ബൈ കൊടുക്കാം, എൻ്റർ കൊടുക്കാം. നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയി നോക്കാം ക്രിയേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ. നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം നമ്മുടെ യൂസർ നെയിം ഫയലും പാസ്വേഡ് ഫയലും ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോകാം. ജസ്റ്റ് ക്യാറ്റ് ചെയ്ത് നോക്കാം. ക്യാറ്റ് എന്ന് വെച്ചാൽ ഫയൽ റീഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കമാൻഡാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ പാസ്വേഡ് എല്ലാം ഇവിടെ ഫിക്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ യൂസർ നെയിം എല്ലാം ഇവിടെ രജിസ്റ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് MS കൺസോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് ഓക്സിലറി മൊഡ്യൂളാണ്. ഓക്സിലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനറും അതേപോലെ ഇൻഫർമേഷൻ ഗ്യാപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓക്സിലറി. സെർച്ച് നമുക്ക് വേണ്ടത് SSH ആണ്. SSH സെർച്ച് ചെയ്യാം. നമുക്ക് വേണ്ടത് ഓക്സിലറി സ്കാനർ, SSH ലോഗിൻ ആണ് നമുക്ക് വേണ്ടത്. SSH വെർഷൻ്റെ കാണാം. നിങ്ങൾക്ക് നോക്കി കാണാം ഓക്സിലറി സ്കാനർ SSH ലോഗിൻ. നമുക്ക് ഇതാണ് വേണ്ടത്. കോപ്പി അടിക്കാം. കോപ്പി ചെയ്ത് നമുക്ക് എനിക്കിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് യൂസ് കമാൻഡ്. അപ്പോൾ യൂസ് നമ്മൾ പേസ്റ്റ് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ അതിനകത്താണ് നിൽക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഷോ ഇൻഫോ കമാൻഡ്. ക്ലിയർ കൊടുക്കാം, ഷോ ഇൻഫോ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഇവിടെ കാണാം SSH ലോഗിൻ ചെക്ക് സ്കാനറാണിത്. അതുകൊണ്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് അല്ല ഇവിടെ കൊടുക്കുന്നത്, നമ്മൾ റൺ എന്നായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഷോ ഓപ്ഷൻസ് കൊടുക്കാം. നമ്മളിവിടെ ചെയ്യുന്നത് പാസ് ഫയലും യൂസർ ഫയലും വെച്ചായിരിക്കും. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ് സെറ്റ് കമാൻഡ്. സെറ്റ് നമ്മളിവിടെ ചെയ്യുന്ന പാസ് ഫയലാണ്. അപ്പം പാസ് ഫയൽ പിന്നെ അതിൻ്റെ പാത്താണ് വിളിക്കേണ്ടത്. എൻ്റെ കേസിൽ അത് ഹോം ഡെസ്ക്ടോപ്പ് പാസ്വേഡ് .txt ആണ്. സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ യൂസർ പേര് സെറ്റ് ചെയ്യാം. ഇതിന്റെ പാത്ത് കൊടുക്കാം. നമുക്ക് യൂസർ നെയിം .txt ആണ് പേര്. ഇതിന്റെ പാത്ത് കൊടുത്തു, അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊടുക്കേണ്ട ആർ ഹോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാർഗറ്റ് IP അഡ്രസ്. എൻ്റെ കേസിൽ അത് മെറ്റാസ്പ്ലോയിറ്റബിൾ 2ന്റെ IP അഡ്രസ് ആണ്.
ഫസ്റ്റ് നമുക്ക് സെറ്റ് ആർ സെറ്റ് ചെയ്യും. തൊണ്ണൂറ്റി 1 ഫ്ലവറാണ് ലേറ്റസ്റ്റ് പ്രോജക്റ്റ് കൊണ്ട് ഐപി അഡ്രസ് നോക്കിയാണ് ക്ലിയർ കൊടുക്കാം. നമുക്ക് സെറ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ടോ നോക്കാം. അതിന് ഷോ ഓപ്ഷൻസ് കൊടുക്കാം. സോ നിങ്ങൾ നോക്കി കാണാം നമ്മുടെ ആർ ഒ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്. യൂസർ ഫയലും സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് വെർബോക്സിന് ഇപ്പോൾ ഫാൾസ് ആണ് എടുക്കുന്നത്. ഈ പ്രൂവ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഏതൊക്കെ പാസ്വേഡും ഏതൊക്കെ യൂസർ നെയിം വെച്ചാൽ ട്രൈ ചെയ്യുന്നതെന്ന് ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെർബോക്സ് ട്രൂ കൊടുക്കുന്നത്. ട്രൂ ആയിട്ടുണ്ട് ക്ലിയർ കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഓക്സിലറി സ്കാനറാണ് നമ്മളിവിടെ എക്സ്പ്ലോയിറ്റ് അല്ല കൊടുക്കുന്നത്. നമ്മളിവിടെ റൺ ആണ് കൊടുക്കുന്നത്. നമുക്ക് റൺ കൊടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റാർട്ടിംഗ് ബ്രൂട്ട് ഫോഴ്സ് ഓരോരോ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് കറക്റ്റ് പാസ്വേഡും കറക്റ്റ് യൂസർ നെയിം വരുവാണെങ്കിൽ സെഷൻ ഓപ്പൺ ആവും ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ കാണാം സക്സസ് MS അഡ്മിൻ അതായത് യൂസർ നെയിം MS അഡ്മിൻ ആണ്. അതുകൊണ്ട് പാസ്വേഡ് MS അഡ്മിൻ ആണ്. വെയിറ്റ് ചെയ്യാം. നമുക്ക് വെയിറ്റ് ചെയ്യാം ഫുള്ള് തീരുന്നിടം വരെ. ഓക്കെ, നമുക്ക് ഇനി ആ സെഷനിലോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് സെഷൻസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ID 1 ആണ്. അപ്പോൾ സെഷൻസ് -i1. ഓക്കെ, സ്റ്റാർട്ട് ഇൻട്രാക്ഷൻ വിത്ത് 1. ഓക്കെ, നമുക്ക് പൂർണ്ണമായ കമാൻഡ് ഒന്ന് കൊടുത്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം MS Word എന്ന് വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ SSL സക്സസ്ഫുള്ളി കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഹോസ്റ്റ് നെയിം കൊടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം മെറ്റാസ്പ്ലോയിറ്റബിൾ ന്യൂ നെയിം -നെയിം കൊടുത്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡീറ്റെയിൽസ് മെറ്റാസ്പ്ലോയിറ്റബിൾ 2.6.24. ഓക്കെ, ഇത് കാണാൻ പറ്റും. നമുക്ക് LS കൊടുത്ത് നോക്കാം. എന്നിട്ട് ഇവിടെ കാണാം അറ്റാക്ക് 1 ആണ്. നമുക്ക് അറ്റാക്കിൽ പോയിട്ട് നോക്കാം. CD അറ്റാക്ക് ഇത് കണ്ടു നോക്കാം. LS കൊടുത്ത് നോക്കാം. അറ്റാക്കിൽ ഒന്നുമില്ല. നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. KDR ടെസ്റ്റ്. ഓക്കെ, ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. CD സ്പേസ് .dot കൊടുത്ത് നോക്കാം. ഇവിടെ കാണാം അറ്റാക്ക് CD അറ്റാക്ക് LS കൊടുത്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഇവിടെ കിടക്കുന്ന ടെസ്റ്റ് CD ടെസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി കണക്ട് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് SSH ലോഗിൻ ചെയ്യുന്നത്. പോസ് ചെയ്ത്